ഫാം ഡിയും അതുപോലെ തന്നെ ബി ഫാമും തമ്മിൽ ഒന്ന് പറയാൻ പറ്റും? വിച്ച് ഈസ് ദ ബെറ്റർ കോഴ്സ്, ഫാം ബി ഓർ? അത് ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ 7 അടിയുള്ള ആൾക്കാണോ ഉയരം, 5 അടിയുള്ള ആൾക്കാരാണോ ഉയരം എന്ന് ചോദിച്ചിട്ട് ഞാൻ 5 അടിക്കാരനാണോ ഉയരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് അറിയില്ല. അതാണ് സത്യം. ബി ഫാം എന്ന് പറയുന്നത് +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതി കിട്ടുന്ന ബാച്ചലർ കോഴ്സാണ്. പക്ഷെ അതിന് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ ലെവലിലാണല്ലോ, ബാച്ചലർ കോഴ്സാണല്ലോ, ഒരു ജോലി കണ്ടെത്താം. ഫാം ഡി എന്ന് പറയുന്നത് 6 വർഷത്തെ ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറയുന്ന ഒരു ഹൈ ലെവലാണ് എന്നാണ് സങ്കല്പം. പക്ഷെ യഥാർത്ഥത്തിൽ വരുമ്പോൾ ഇവരെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോഴ്സ് വിഭാവനം ചെയ്തതെന്ന് അറിയാതെ ആകെ ഒരു കൺഫ്യൂഷൻ ആവുകയും ഇവര് ചെയ്ത ജോലികൾ അവർക്ക് ആ ലെവലിൽ അങ്ങനെ ചെയ്യാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവുമല്ലോ, വലിയ ഫീസ് കൊടുത്തിട്ട് പഠിച്ചാൽ. അങ്ങനെ ഒരു അവസ്ഥ അക്കാര്യത്തിലുണ്ട്. ഗവൺമെന്റ് ഒക്കെയാണ് അത് ചെയ്യേണ്ടത്, ഇവരെ വേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എന്നാൽ ചിലരൊക്കെ പഠിച്ചു, എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഒരു പക്ഷേ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ കുറച്ച് അമിതമായ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വസ്തുതയാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാം, ബി ഫാം എം ഫാം എടുക്കും, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പക്ഷെ ബി ഫാമിന്റെ ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട്. ഫാം ഡിക്ക് നേരെ ചെന്ന് കയറാം. പിന്നെ മെഡിക്കൽ എനിക്ക് കിട്ടിയില്ല, അപ്പൊ പറഞ്ഞു നിൽക്കാനൊരു സാധനം വേണം, അതേ ലുക്കുള്ള. അപ്പൊ ഡോക്ടറേറ്റ് ആണ്. നമ്മുടെ മനസ്സിലെ കൊച്ചുകുട്ടികളുടെ കൊച്ചാഗ്രഹങ്ങളുടെ സങ്കടം കൊണ്ടൊക്കെ പലരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. 5 അടിക്കാരനാണ് വേറെ കൂടുതൽ. ഫാം ഡി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഹോസ്പിറ്റൽ, നല്ലൊരു ഹോസ്പിറ്റലുള്ള കോഴ്സസിലെങ്കിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലെങ്കിലും ചൂസ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആളുകൾ ചതിക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഫാം ഡി എന്നുള്ളത്. കാരണം ഡോക്ടറെ കൂടെ വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഫാം ഡിയുടെ ഒരു ഫീൽഡ് എന്നുള്ളത്. പിന്നെ അതിന്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം, ഐഡിയലി പറഞ്ഞാൽ ഡോക്ടർ അവിടെ ഇരിക്കുകയും രോഗികൾക്ക് മരുന്ന് ചികിത്സ നിർണയിച്ച് ഏത് മരുന്നാണ് നിശ്ചയിച്ചിട്ട് കൊടുക്കേണ്ട വളരെ ഉന്നതമായ ഒരു ജോലിയാണ് ഫാം ഡി. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അത് നടപ്പാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. യുഎസിലോ ഒന്നും അങ്ങനെയല്ല, അവിടെ ഒരു ഉന്നത പൊസിഷനാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ ലക്ഷ്യം വെക്കുന്നു, ധൈര്യം എടുത്തോളൂ.